ഹലോ. അപ്പോൾ സൗന്ദര്യം വർദ്ധിപ്പിക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി മരുന്ന് കഴിക്കുന്ന അല്ലെങ്കിൽ സപ്ലിമെന്റ്സ് കഴിക്കുന്ന അല്ലെങ്കിൽ ഏത് പ്രോഡക്റ്റ് കഴിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നത്. അപ്പോൾ എന്താ ഞാൻ പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചാൽ, ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ വളരെ കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്ന പല പ്രോഡക്റ്റുകളും ഉണ്ട്. അതിൽ എസ്പെഷ്യലി എടുത്തു പറയാവുന്ന ഒന്നാണ് ഗ്ലൂട്ടാതയോൺ അല്ലേ. അപ്പോൾ ഗ്ലൂട്ടാതയോൺ ഇപ്പോൾ ഒരുപാട് കമ്പനികളുണ്ട്. അതുപോലെ എഫർവെസന്റ് ക്യാപ്സ്യൂളായിട്ട് ധാരാളം, 1-2 കമ്പനിയൊന്നുമല്ല, ധാരാളം ഉണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ യൂട്യൂബ് എടുത്താലും അല്ലെങ്കിൽ നമുക്ക് ഏത് ഫേസ്ബുക്ക് ആണെങ്കിലും എന്ത് എടുത്താലും അതിൻ്റെയൊക്കെ ഒരു പ്രൊമോഷൻ വീഡിയോ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അവരത് പറയുന്നത് നമ്മൾ വാങ്ങിപ്പോകുന്ന ഒരു രീതിയിലാണ് ശരിക്കും അതിൻ്റെ ഒരു പ്രൊമോഷൻ, ഒരു പരസ്യ വീഡിയോ നമ്മൾ കാണുന്നു. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ആ വീഡിയോ ചെയ്യുന്നവരും അത്യാവശ്യം നല്ല വെളുത്ത് തുടുത്ത് അടിപൊളിയായിട്ടിരിക്കും. ഈവൻ ശരിയാണ്, അങ്ങനെയുള്ളവരെയാണ് നമ്മൾ പരസ്യം അല്ലെങ്കിൽ ഒരു സാധനം പ്രൊമോട്ട് ചെയ്യാൻ, അല്ലെങ്കിൽ സാധാരണ വഴിയെ പോണ ഒരാളിനെ വിളിച്ചിട്ട് പ്രൊമോഷൻ വീഡിയോ ആരും ചെയ്യില്ല. അവരുടെ പ്രോഡക്റ്റ് സെയിലായി പോകണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ്. അപ്പം അങ്ങനെയുള്ളവരെയാണ് അതിൽ സെലക്ട് ചെയ്യുന്നത്. നമ്മൾ നോക്കുമ്പോൾ ശരിക്കും ശരിയാണ്, അവർ നല്ല വെളുത്ത് തുടുത്തിരിക്കണം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടാണ് അവർ ഇത്ര ഭംഗിയായിട്ടിരിക്കുന്നത് നമ്മൾ വിചാരിക്കും. ഒരിക്കലും അല്ല, അതൊക്കെ വെറും തെറ്റിദ്ധാരണയാണ്. കാര്യം അങ്ങനെയുള്ളവരെ പ്രത്യേകം സെലക്ട് ചെയ്ത് മാത്രമേ ഒരു പരസ്യം ചെയ്യുള്ളൂ. അതങ്ങനെ തന്നെയല്ലേ. ഇപ്പം നമ്മൾ ടി വിയിൽ കാണുന്ന പരസ്യം ചെയ്യുന്ന ആരാ കൊള്ളില്ലാത്ത? അത്യാവശ്യം നല്ല ഒരു സിനിമാ നടനെയോ സിനിമാ നടിയോ അല്ലെങ്കിൽ ഫേമസ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു സംഭവം കണ്ടിട്ട് ഒരിക്കലും നല്ല പോലെ ഇരിക്കുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ശരീരത്തെയോ നമ്മുടെ പേഴ്സണാലിറ്റിയോ നമ്മുടെ സാമ്പത്തിക ഭദ്രതയോ ഇല്ലാതാക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇനി അത് നിങ്ങൾ മേടിച്ച് ഉപയോഗിക്കാൻ തീരുമാനിച്ചുറപ്പിച്ചുവെങ്കിൽ നിങ്ങൾ അതിൻ്റെ A മുതൽ Z വരെയുള്ള കാര്യങ്ങൾ പഠിച്ചിരിക്കണം, അറിഞ്ഞിരിക്കണം. എന്നതിന് ശേഷം മാത്രം അത്യാവശ്യം ഗ്ലൂട്ടതയോൺ എന്ന് പറയുന്ന ഒരു സൗന്ദര്യവർദ്ധക വസ്തു, അതായത് അത് പറയുന്നതെന്ന് വെച്ചാൽ പെട്ടെന്ന് നമുക്ക് ഒരു ഗ്ലോ വരും, നമുക്ക് റേഡിയൻസ് ഉണ്ടാവും, ആന്റി ഓക്സിഡൻസ് ആണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ നമുക്ക് നമ്മളിൽ അത്രയും ഒരു സൗന്ദര്യം പെട്ടെന്ന് വർദ്ധിക്കും എന്ന് കണ്ടു കഴിഞ്ഞാൽ ആരും അത് മേടിച്ച് ഉപയോഗിക്കാൻ തയ്യാറാവും. പക്ഷെ വാങ്ങി ഉപയോഗിക്കുന്നവർ ഒരു ആവേശം മാത്രമാണ്. അവർ ആദ്യം അത് മേടിക്കുമ്പോൾ ഫസ്റ്റ് ചിലപ്പോൾ റിസൾട്ട്, നിങ്ങൾ എന്തൊരു സാധനം മേടിച്ചാൽ 10 ദിവസം കൊണ്ടോ 20 ദിവസം കൊണ്ടോ നിങ്ങൾക്ക് റിസൾട്ട് വരില്ല. നിങ്ങൾ ഒരു 3 മാസം, കുറഞ്ഞതൊരു 3-4 മാസം അതിങ്ങനെ ഉപയോഗിക്കുമ്പോഴാണ് നിങ്ങളുടെ സ്കിന്നിൽ ഒരു മാറ്റം വരുന്നത്. അപ്പോൾ അത്ര നാൾ നിങ്ങൾ മേടിക്കുമ്പോൾ നിങ്ങൾക്ക് സാമ്പത്തികമായി എത്ര രൂപ മുടക്കേണ്ടിയിരിക്കുന്നു. ഇനി ഈ 3-4 മാസം ഉപയോഗിക്കുമ്പോൾ ചെറിയ മാറ്റം വന്ന് തുടങ്ങും. ഈവൻ ചിലപ്പോൾ നിങ്ങൾക്ക് അത് സ്റ്റോപ്പ് ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നത് നിങ്ങൾക്കത് കണ്ടിന്യൂ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്നതല്ല. ഇവൻ അത്രമാത്രം സാമ്പത്തിക ഭദ്രത ഉള്ളവർക്കാണെങ്കിൽ അത് ഇങ്ങനെ കണ്ടിന്യൂസ്, ഇപ്പം ഫിലിം ഫീൽഡിലൊക്കെ ഉള്ളവർ ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം ചെയ്യുന്നത്. ഇപ്പം എല്ലാ സാധാരണക്കാർക്കും അത് പറ്റില്ല. അങ്ങനെ അബദ്ധങ്ങളിൽ ചെന്ന് പെടുന്ന സാധാരണക്കാരായ ധാരാളം ആൾക്കാരുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു 4 മാസം കഴിച്ചു, നിങ്ങൾക്ക് ചെറിയ മാറ്റം വന്നു, പിന്നെ നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യും. ചിലപ്പോൾ നിങ്ങൾ പഴയതിനേക്കാൾ മോശമായ ഒരു അവസ്ഥയിലേക്ക് ആ സ്കിന്ന് പോകും. നിങ്ങൾക്കത് നിലനിർത്താൻ പറ്റുന്നതല്ല. അപ്പം നിങ്ങൾ നല്ല രീതിയിൽ പൊയ്ക്കൊണ്ടിരിക്കണം. അപ്പം ഇതൊരു ആവേശം മാത്രമാണ്. ഇനി അല്ല, നിങ്ങൾക്ക് വേറെ എന്തൊഴിവാക്കിയിട്ടും ഇത് നമുക്ക് നിലനിർത്തി കൊണ്ടുപോകണം എന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിന്യൂ ചെയ്തു. പക്ഷേ ഇതൊരിക്കലും ഒരു സയന്റിഫിക്കലി പ്രൂവ് ചെയ്തൊരു സംഭവമല്ല. ഈവൻ സൈഡ് എഫക്റ്റ് ഉണ്ടാകുമോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റില്ല. ഒരു സംഭവത്തിന്റെ സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ 2 മാസം കൊണ്ടോ 3 മാസം കൊണ്ടോ 4 മാസം കൊണ്ടോ ഉണ്ടാവുന്നതല്ല. ചിലപ്പോൾ 1 വർഷം 2 വർഷം കൊണ്ടായിരിക്കില്ല ഒരു സൈഡ് എഫക്റ്റ് ഉണ്ടാവും. ചിലപ്പോൾ ഒരു 5-6 വർഷത്തിന് ശേഷമായിരിക്കും നിങ്ങൾക്ക് കാര്യമായിട്ടുള്ള ഒരു തകരാറുണ്ടാകും. അന്ന് ഒരിക്കലും നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയില്ല ഇത് ഉപയോഗിച്ചത് കൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പ്രോബ്ലം വന്നതെന്ന്. ഒരിക്കലും അറിയാൻ കഴിയില്ല. നമുക്കതിങ്ങനെ പ്രൂവ് ചെയ്യാനും കഴിയില്ല, നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ നോർമലി ഒരു ലൈഫിൽ നല്ല രീതിയിൽ അത്യാവശ്യം കാര്യമായിട്ട് നമുക്ക് സൗന്ദര്യം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇതൊന്നും ഉപയോഗിക്കാതിരിക്കണം. കാര്യം ഈ ഒരു അടുത്ത കാലത്തൊക്കെയാണ് ഇങ്ങനെ സൗന്ദര്യത്തിന് ഇത്ര ഇമ്പോർട്ടൻസ് കൊടുത്ത് ഈ സോഷ്യൽ മീഡിയ സാധനങ്ങളൊക്കെ ഇന്നൊരെണ്ണം ഉപയോഗിക്കും, നാളെ മറ്റൊരെണ്ണം ഉപയോഗിക്കും. ഒരു വ്യക്തി തന്നെ, അറിയപ്പെടുന്ന ഒരു വ്യക്തി തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എത്ര പ്രോഡക്റ്റിന്റെ അഡ്വർടൈസിങ് ആണ് ചെയ്യുന്നത്. ആലോചിച്ച് നോക്ക്. അവർ ഇന്നൊരു പ്രോഡക്റ്റ് ചെയ്യും, ഒരു 5 ദിവസം കഴിഞ്ഞ് നോക്കി അവർ വേറൊരു പ്രോഡക്റ്റ് ചെയ്യും, ഒരു 10 ദിവസം കഴിഞ്ഞ് നോക്കി അവർ തന്നെ വേറൊരു പ്രോഡക്റ്റ് ചെയ്യും. അപ്പം തന്നെ നമുക്ക് ചിന്തിച്ചൂടെ, ഓക്കെ നമുക്കിതെല്ലാം ഉപയോഗിക്കാം, എല്ലാം നമ്മുടെ ഇഷ്ടമാണ്, നമ്മുടെ പൈസയാണ്, നമ്മുടെ ശരീരമാണ്, നമുക്ക് എങ്ങനെ വേണോ നമുക്ക് ഉപയോഗിക്കാം. പക്ഷേ ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ അതൊക്കെ ഒരു ദോഷം വരുത്തുന്ന രീതിയിലേക്ക്, ഒരു അപകടകരമാവുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകാതിരിക്കുക. അപ്പോൾ ഇപ്പം ഈ പറയുന്ന നമ്മുടെ അച്ഛനും അമ്മയും ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണോ അവരുടെ ലൈഫിൽ നമ്മളെ വളർത്തി വലുതാക്കി സന്തോഷത്തോടെ ഇന്നും ജീവിക്കുന്നത്? അവർക്ക് ആവശ്യത്തിനുള്ള സൗന്ദര്യം ഇല്ലേ?
അപ്പോൾ അത് മാത്രം ചിന്തിച്ചാൽ മതി. ഇനി നമ്മുടെ മുത്തശ്ശി അവരൊക്കെ ഈ ഗ്ലൂട്ടാത്തയോൺ അല്ലെങ്കിൽ ഈ പറയുന്ന സൗന്ദര്യ വർത്തക വസ്തുക്കൾ എത്രമാത്രം ഉപയോഗിക്കണം? ഒരിക്കലുമില്ല. ഇനി അഥവാ അവർ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അവരോടും അവരുടെ അച്ഛനും അമ്മയും എങ്ങനെയായിരുന്നു എന്ന് ചോദിക്കേണ്ടി വരും അല്ലെ. ഇനിയുള്ള കാലഘട്ടത്തിൽ ശരിക്കും കുട്ടികൾ ആണ്, അവരിനി വലുതായി കഴിയുമ്പോഴത്തേക്ക് അവരോട് എനിക്ക് പറയാൻ പറ്റത്തില്ല നിങ്ങളുടെ അച്ഛനും അമ്മയും എങ്ങനെ. ശരിയാണ്, നമ്മളൊക്കെയാണ് ഈ ഒരു തലമുറയിലുള്ളവരാണ് ഇതിലൂടെയൊക്കെ ഭയങ്കര ആസക്തിയുള്ളത്. ഇത് പറയാനുള്ള കാര്യം, ഇതൊന്നും തന്നെ ആരും കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഘട്ടത്തിൽ ഇത് വളരെ വളരെ മോശമായ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കാര്യം അത്രമാത്രം പിന്നെ അഡ്വർടൈസിങ് ആണ്, സോഷ്യൽ മീഡിയയിൽ പരസ്യങ്ങൾ വളരെ വളരെ കൂടുതലാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ അതിൽ ചെന്ന് അബദ്ധത്തിൽ ചാടിക്കൊടുക്കുന്ന സാധാരണക്കാരായ ധാരാളം ആൾക്കാരുണ്ട്. അവർ മനസ്സിലാക്കട്ടെ, അവർ രക്ഷപ്പെടട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ശരി, ഓക്കെ.